ഹായ് ഓൾ അസ്ലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം വിചാരിക്കണേ. അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനും ഒരു സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന ഒരു മട്ടൻ കറിൻ്റെ റെസിപ്പിയും ക്ലീനിങ്ങും അൺബോക്സിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ജനുവരിയിലുള്ള ഗിവ് മറക്കാതിരിക്കുക. അപ്പോൾ എല്ലാവരും കമന്റും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ ഇന്ന് ലഞ്ചിന് മട്ടൻ കറിയും അതുപോലെ തന്നെ ചീര താളിപ്പും ഒക്കെയാണ് കേട്ടോ ചെയ്യുന്നത്. സാധാരണ ചോറും ഒക്കെയാണ്. അപ്പൊ ഇതാ മട്ടന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു നാടൻ മട്ടൻ കറിയാണ് കേട്ടോ. അപ്പൊ അതിനാവശ്യമുള്ള മട്ടൺ ഞാൻ വേർതിരിച്ചെടുത്തതാണ്. ബാക്കി ഫ്രിഡ്ജിൽ വെക്കണ്ട കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ഉണ്ടാക്കുന്ന മട്ടൻ കറി സാധാരണ ഒരു മട്ടൻ കറി നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. സാധാരണ മസാലകളും ചെറിയ ഉള്ളിയും ഒക്കെ ചേർത്തിട്ടുള്ള മട്ടൻ കറിയാണ്. ഇതിവിടെ പൊതുവെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് ചപ്പാത്തിക്കും ചോർക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ചോർക്ക് പപ്പടും ഈ മട്ടൻ കറിയും കൂടി ഉണ്ടെങ്കിൽ നല്ല മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ സാധാരണ ചോർക്ക്. അപ്പൊ ഞാൻ മട്ടനൊക്കെ കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ട് ഇന്ന് കാര്യമായിട്ടുള്ള ജോലി എനിക്ക് ക്ലീനിങ് ആണ് കേട്ടോ. മഴ നിന്ന കാരണം നല്ല പൊടിയുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഞാൻ ഇന്ന് ഒരു അൺബോക്സിങ്ങും കാണിക്കുന്നുണ്ട് കേട്ടോ. മീഷോയിൽ ഞാനൊരു ഫ്ലോട്ടിംഗ് ഷെൽഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുറത്ത് അടുക്കള ഒന്ന് സെറ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. അപ്പൊ അതാ മട്ടൻ കറിക്ക് ഞാൻ ഒരു പച്ചമുളക്, ഒരു തക്കാളി, ഒരു പച്ചമുളക് ഇടുന്നുള്ളൂ കേട്ടോ. എരിവിൻ്റെ ആവശ്യത്തിന് ഇടാം. ഇവിടെ മോന് കൊടുക്കാനുള്ളതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് ഇടുന്നുള്ളൂ. പിന്നെ അതാ കുറച്ചധികം തന്നെ ചെറിയ ഉള്ളി ഇട്ടാ. ചെറിയ ഉള്ളി മാത്രമാണ് ഇതിലിടുന്നത്, സവാള ഇടുന്നില്ല കേട്ടോ. ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതേപോലെ തന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണോ അല്ലെങ്കിൽ 2 ടീസ്പൂണോ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇതൊക്കെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇടാം, കുരുമുളകും പച്ചമുളകും ഒക്കെ. പിന്നെ കുറച്ച് ചെറിയ ജീരകം, ഒരു 1/4 ടീസ്പൂണ് ചെറിയ ജീരകം ചേർക്കുന്നുണ്ട്. ഇത്രയും മസാല ഉള്ളൂ കേട്ടോ. ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു വിസിലടിച്ചിട്ട് സിമ്മിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സാധാരണ ചോർക്ക് പപ്പടും ഈ കറിയും കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇവിടെ പൊതുവെ ഈ ഒരു കറി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് കുക്കറിൽ വെച്ചിട്ട് ഞാൻ അടിച്ചു വരാനായിട്ട് പോവുകയാണ് കേട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും കൂടെ ഒന്ന് ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ മോന് വീട്ടിൽ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ മിക്സായിട്ടാണ് ചെയ്യണത്. തീർന്നിട്ട് ചെയ്യാൻ പോകാനായിട്ട് നിൽക്കണില്ല. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ലല്ലോ ചീരയില ഉണ്ടാക്കണം. അപ്പോൾ ചീരയില കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. അപ്പോൾ ചോറ് ഞാൻ ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇറച്ചി വെച്ചിട്ട് ഞാൻ ക്ലീനിങ്ങിനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ചോറിനെണ്ണീൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ഉണ്ടാക്കിയാൽ മതിയല്ലോ ചീരയിലൊക്കെ. ചീരയിലും പപ്പടം പൊരിക്കലൊക്കെ അപ്പോൾ ചെയ്താൽ മതി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വിശേഷം, കുട്ടികൾക്ക് സ്കൂളൊക്കെ അടച്ചില്ലേ. അപ്പോൾ വ്യൂസ് വളരെ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്കൂളിലെ എക്സാമും സ്കൂൾ അടക്കലും ഒക്കെ ആകുമ്പോൾ എൻ്റെ പല ഫ്രണ്ട്സും പറഞ്ഞാൽ വീട്ടിൽ കുട്ടികളുണ്ടാകുമ്പോൾ ഫോൺ കിട്ടൂല, അതാണ് വീഡിയോ കാണാൻ വൈകിയത്, കമൻ്റ് ഇടാൻ വൈകിയത് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താ വിശേഷം, കുട്ടികൾക്കൊക്കെ സ്കൂൾ അടച്ചില്ലേ, വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യട്ടോ. ലാസ്റ്റ് ഇട്ട 3 വീഡിയോസിനും നിങ്ങൾ നല്ല റെസ്പോണ്ടാണ് കേട്ടോ തന്നത്. എല്ലാ ദിവസവും വീഡിയോ ഇട്ടിരുന്ന ഞാൻ ഒന്നിടവിട്ട് വീഡിയോ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നിങ്ങളെങ്ങനെ അത് സ്വീകരിക്കുക എന്നുള്ള. പക്ഷെ നല്ല റെസ്പോണ്ടാണ് കിട്ടിയത്. പ്രത്യേകിച്ച് വെയിറ്റ് ലോസ് സ്റ്റോറി പറഞ്ഞ വീഡിയോക്ക് നല്ല റെസ്പോണ്ട് കിട്ടി. ഒരുപാട് കമൻസും അതിൽ വന്നു കേട്ടോ. അപ്പോൾ കമൻ്റ് അയച്ച എല്ലാവർക്കും ബിഗ് താങ്ക്സ്. അതുപോലെ തന്നെ എല്ലാ വീഡിയോസും നിങ്ങൾ സ്വീകരിക്കുക. ഏത് ടൈപ്പ് വീഡിയോസാണ് ഇടേണ്ടതെന്നും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇറച്ചി വേവിക്കാൻ വെച്ചിട്ട് അടിച്ചു വരാനായിട്ട് വന്നു കേട്ടോ. അടിച്ചു വരുന്ന ഇടയിൽ എനിക്കൊരു കൊറിയർ വന്നിട്ടോ. മീഷോ എന്നായിരുന്നു.
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പുറത്തുള്ള കിച്ചൺ ഒന്ന് മേക്ക് ഓവർ ചെയ്യണമെന്ന്. പിന്നെ അകത്തുള്ള കിച്ചണ് കുറച്ച് വർക്ക് റിനോവേഷൻ വർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് എനിക്ക് കുക്ക് ചെയ്യും വേണം. അതിന് വേണ്ടിയിട്ടൊന്ന് മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയിട്ട് വാൾപേപ്പറും അതേപോലെ തന്നെ ഫ്ലോട്ടിങ് ഷെൽഫും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ വാൾപേപ്പർ 2 ദിവസം മുന്നേ വന്നു. അത് ഞാൻ ഏതൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, തുറന്ന് കാണിച്ചിട്ടില്ല. അതിന് വേണ്ടിയിട്ട് വാങ്ങിയ വാൾപേപ്പറാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇന്ന് ഫ്ലോട്ടിങ് ഷെൽഫ് വന്നു കേട്ടോ. വുഡൻ ഷെൽഫാണ്. അപ്പോൾ അത് ഒന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ ഞാൻ മീഷോയിൽ വാങ്ങുമ്പോൾ ഭയങ്കര എനിക്ക് എപ്പോഴും ശരിയായിട്ട് കിട്ടിയിരുന്നില്ല കേട്ടോ. ക്വാളിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റും ഒക്കെ നമുക്ക് ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. പ്രൊഡക്റ്റ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ തിരിച്ചയച്ചിട്ടുണ്ടെങ്കിൽ റീഫണ്ടും കിട്ടൂല, റീപ്ലേസ്മെൻറ്റും കിട്ടൂല, അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പക്ഷേ മീഷോൻ്റെ ഇതൊക്കെ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്. പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയും അതേപോലെ തന്നെ ഡെലിവറിയും ഒക്കെ ഒന്ന് പാക്കിങ്ങും എല്ലാം കൊണ്ടൊന്ന് മെച്ചപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വാങ്ങാൻ തുടങ്ങിയതാണ്. മറ്റേത് മീഷോയിൽ ഞാൻ വാങ്ങാറുണ്ടായിരുന്നില്ല. ഞാൻ അധികം ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ വല്ലപ്പോഴും ഒക്കെ കേട്ടോ. ആമസോണിലാണ് അധികം വാങ്ങുക. ഇതിപ്പോൾ നല്ലൊരു വുഡൻ ഷെൽഫാണ് കേട്ടോ. വലിയ വീതിയില്ല, വീതിയും സൈസൊക്കെ അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കിച്ചണിലെ കണ്ടെയ്നേഴ്സ് വെക്കാനുള്ള വീതിയൊക്കെ ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ, നല്ല പ്രോഡക്റ്റാണ്. നമുക്ക് തുടച്ചൊക്കെ എടുക്കാനും ഒക്കെ പറ്റും. മിൽക്ക് ഷീറ്റിൻ്റെ കോട്ടിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞാൻ ഇതിപ്പോൾ എല്ലാ പാർട്സും ഉണ്ടോ നോക്കിയിരുന്നു കേട്ടോ, ഞാൻ എല്ലാ ഭാഗങ്ങളും ഇതിലില്ലേന്ന്. അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ ചെയ്യണമല്ലോ. ഇതിനിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കല്യാണത്തിന് തിരക്കും ഒക്കെ കഴിഞ്ഞിട്ട് അത് സെറ്റ് ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യുള്ളൂ മിക്കവാറും. അപ്പോൾ ഞാൻ എല്ലാ പാർട്സും ഇല്ലേന്ന് നോക്കിയിരുന്നു കേട്ടോ. അപ്പോൾ അതാ മോന് മുന്നിലും പിന്നിലായിട്ട് അവനും ഉണ്ടാവും ഓരോന്ന് ചെയ്യാൻ. അപ്പോൾ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യത്തിന് വലിപ്പമുള്ളൊരു സൈസും സ്ക്രൂ ഒക്കെ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഈ പെട്ടി തന്നെ ഇട്ട് വെക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞാൽ അത് എപ്പോഴാണ് സെറ്റ് ചെയ്ത് വെക്കാമെന്നൊന്നും അറിയില്ല. എന്തായാലും സെറ്റ് ചെയ്ത് അവിടെ മേക്ക് ഓവർ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ, വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ അതായിരുന്നു കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ അതാ മട്ടന് വന്നിട്ടുണ്ട്. ഇതിങ്ങനെ ഭയങ്കര തിക്കല്ലാത്ത ഒരു കറിയാണ് കേട്ടോ. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോൾ ചൂടാറി വരുമ്പോൾ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. പിന്നെ ചെറിയ ഉള്ളിയൊക്കെ അതിലിങ്ങനെ കുക്കറിലിട്ടാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വെന്താലും അതേ ഒരു സ്ട്രെച്ചറിൽ അങ്ങനെ കിടക്കും. പിന്നെ ഇളക്കുമ്പോഴാണ് അത് ഉടഞ്ഞ് റെഡി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ ഉള്ളി മൂപ്പിച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ചീരൻ്റെ ഇലയാണ് ഉണ്ടാക്കുന്നത്. ചീരൻ്റെ ഇല ഞാൻ ഓൾറെഡി നുറുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ചീര താളിപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചപ്പോൾ 1-2 പേര് കമൻറ്റിൽ ചോദിച്ചിരുന്നു, ഇത് ചീരയില കട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ. അതിനുള്ള ഉത്തരം കഴിഞ്ഞ എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ചീരൻ്റെ ഇലയിലൊക്കെ ഉള്ള ഫൈബർ അധികം കളയാതെ യൂസ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഞാൻ പറഞ്ഞിരുന്നത് മെറ്റബോളിസം കൂട്ടാനൊക്കെ അതാണ് നല്ലതെന്ന്. അപ്പോൾ ഇളയ ചീരയാണ്. അപ്പോൾ അതിന് പരമാവധി തണ്ടുകൾ ഇതിൽ ഇലയിൽ വെന്ത് പോകുന്ന തണ്ടുകളൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ചീരയില ഉണ്ടാക്കുക. അല്ലാതെ നമ്മൾ ചെറുതായിട്ട് നോക്കി അതിൻ്റെ ആരും തണ്ടും ഫൈബറൊക്കെ മുഴുവനായിട്ട് കളഞ്ഞ് കഴിക്കണോണ്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. കമൻറ്റിൽ ഞാൻ പറഞ്ഞിരുന്നു അങ്ങനെയൊക്കെ ഇഷ്ടം എന്ന് ഞാൻ റിപ്ലൈ ചെയ്തിരുന്നു. പക്ഷെ ഇതാണ് ഇതിൻ്റെ ഒരു കാരണം കേട്ടോ. അതിൻ്റെ ഫൈബറൊന്നും നഷ്ടപ്പെടണ്ടെന്ന് എഴുതിയിട്ട് അങ്ങനെ പരമാവധി ഫൈബർ എടുക്കാവുന്നിടത്തോളം എടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചീരയില ഉണ്ടാക്കുക. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ഉള്ളിയും മുളകും കൂടെ കുത്തിയിട്ടിട്ടാണ് കേട്ടോ താളിപ്പ് ഉണ്ടാക്കുക. ഈ താളിപ്പ് ഉണ്ടാക്കിയാൽ മോന് നല്ല ഇഷ്ടമാണ് കഴിക്കാൻ. അതിൻ്റെ വെള്ളം സൂപ്പ് എന്നാണ് അവൻ പറയുക. അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ താളിപ്പ് ഉണ്ടാക്കുന്നത്. പിന്നെ പൊതുവെ ഇവിടെ തോരനേക്കാൾ ഇഷ്ടം താളിപ്പ് തന്നെയാണ്. ഇതാ മൺചട്ടിയിലാണ് കേട്ടോ താളിക്കുന്നത്. താളിപ്പ് ഉണ്ടാക്കുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി കേട്ടോ. ആ മൂത്ത ടേസ്റ്റ് വരുമ്പോൾ ആ താളിപ്പിന് ഒരു ശരിക്കുള്ളൊരു ഫ്ലേവർ കിട്ടൂല. ഈ ഒരു ഫ്ലേവറാണ് കേട്ടോ നല്ലത്, ഇഷ്ടം. ഇതിനിപ്പോൾ തിളക്കുമ്പോൾ ഒതുങ്ങി താഴ്ന്ന് പോകും കേട്ടോ, അത്രേ ഉണ്ടാവുള്ളൂ.
തിളച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പകുതി പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ട് ഞാൻ തുടക്കാനായിട്ട് പോവുകയാണ് കേട്ടോ. സാധാരണ തുടക്കലും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാറുള്ളത്. പക്ഷെ ഇന്നിപ്പോൾ മോനുള്ളതല്ലേ, അപ്പോൾ അധികം വൈകാൻ പറ്റില്ല ചോറ് കൊടുക്കാൻ. അവന് സ്കൂളിൽ നിന്ന് ലഞ്ച് ടൈം 12:30 മണിയാണ്. അപ്പോൾ വിശക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ അവന് ഫുഡ് കൊടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ഈ പണിക്കൊക്കെ വന്നത്. ഇത് സത്യത്തിൽ അടിച്ചു വരുന്നതിന് മുന്നേ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് പോയതാണ്. വീണ്ടും ഇതേപോലെ തന്നെ ആക്കിയിട്ടാണ്. അത് പിന്നെ കുട്ടികൾ വീട്ടിലുണ്ടാവുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു 5-6 പ്രാവശ്യം ചെയ്യുന്നൊരു പ്രോസസ്സാണല്ലോ ഇത്. അടിക്കലും പെറുക്കലും ബെഡ്ഷീറ്റ് വിരിക്കലൊക്കെ എല്ലാവർക്കും ഉള്ളത് തന്നെ ആയിരിക്കൂലേ. പിന്നെ ഇന്നെന്താണോ അറിയില്ല, ഒന്നും സംസാരിക്കാൻ കിട്ടുന്നില്ല കേട്ടോ. ചില ദിവസം അവിടെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുള്ളൂ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ. പിന്നെ അങ്ങനെ അവിടെ പോയിക്കോളും, പല കാര്യങ്ങളും പറഞ്ഞ് അങ്ങനെ പോകും. ഇന്നിപ്പോൾ വലിയ ഒന്നും പറയാനായിട്ട് കിട്ടുന്നില്ല. എത്രയോ പ്രാവശ്യം കട്ട് ചെയ്തിട്ടാണ് ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. മറ്റേത് കട്ട് ചെയ്യേണ്ട ആവശ്യമേ വരാറില്ല. അത് ഒരു ചിലപ്പോൾ സ്റ്റാർട്ടിങ് ട്രബിൾ ചെറുതായിട്ടുണ്ടാവും, പിന്നെ അങ്ങനെ അങ്ങോട്ട് പോകും. ഇന്നിപ്പോൾ ഒന്നും കാര്യമായിട്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്ക് പൊതുവേ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, സംസാരിക്കാനും. പക്ഷെ എന്തെങ്കിലും ഒരു വിഷയം കിട്ടണമെന്നേ ഉള്ളൂ. വിഷയം കിട്ടിയാൽ പിന്നെ ഞാൻ അങ്ങനെ വളവള സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുത്താലും നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാനെന്നുള്ള ടൈം ഞാൻ തരലില്ല. എവിടെയും ഒരു ഗ്യാപ്പ് വരാതെ ഞാൻ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് എല്ലാ വീഡിയോസിലും ഇട്ടാൽ. പക്ഷേ ഇന്നെന്തോ ഒരു ബുദ്ധിമുട്ടിട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കല്യാണത്തിൻ്റെ തിരക്കും ബിസിയൊക്കെ ആയിരിക്കും. എൻ്റെ വീഡിയോസും എങ്ങനെയായിരിക്കും എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇന്നിപ്പോൾ മോളെ കൊണ്ടുവരണം, വൈകുന്നേരം മോള് വരും. അത് കഴിഞ്ഞാൽ നാളെ മുതൽ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകലും ഒക്കെ തുടങ്ങണം. നമ്മൾ കുറച്ച് നേരത്തെ തന്നെയൊക്കെ പോയി നോക്കട്ടെ. നമ്മളെ കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോൾ നമ്മൾ പോകണമല്ലോ. അപ്പോൾ അത് ഞാനൊക്കെ ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഇപ്പം നമ്മൾ കുറേയൊക്കെ പരിചയപ്പെട്ടിട്ട് കുറേ ആയില്ലേ. കുറേയൊക്കെ ഒരു സത്യം പറഞ്ഞാൽ ഈ ഒരു എങ്ങനെയായാലും ഒരു 1K അല്ലെങ്കിൽ 2K വ്യൂവേഴ്സ്, എനിക്ക് സ്ഥിരം വ്യൂവേഴ്സാണ് ഇപ്പോൾ കാണുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതൊക്കെ വളരെ കുറവാണ്. എൻ്റെ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സും കൂടി ഒന്ന് വെച്ച് നോക്കുമ്പോൾ വ്യൂസ് വളരെ കുറവാണ് കേട്ടോ എനിക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഒരു Q&A ചെയ്താലോ എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ പറയട്ടോ. പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ Q&A വേണമെന്ന് പറയണമെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം. അപ്പോൾ നിങ്ങൾ എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അതിൽ ചോദിക്കണം കേട്ടോ. ഞാൻ പറഞ്ഞില്ല. എന്നാൽ പിന്നെ അതിനെപ്പറ്റി കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിലും അറിയേണ്ട കാര്യങ്ങളും കമൻറ്റിൽ കൂടെ ചോദിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ എനിക്ക് സംസാരിക്കാമല്ലോ. അപ്പോൾ ഇൻഷാല്ല ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പോൾ നിങ്ങൾ Q&Aക്കുള്ള ക്വസ്റ്റ്യൻസ് അയക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങളുടെ അഭിപ്രായം. Q&A വേണമെങ്കിൽ വേണം എന്നുള്ളതും എന്തൊക്കെയോ പറയുന്നുണ്ടല്ലേ. അതൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെയ്തത്. ചില ദിവസം നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അതായത് ഗാർഡനിങ്ങോ വേറെ മേക്ക് ഓവറൊക്കെ ചെയ്യാനൊക്കെ ടൈം കിട്ടും. ഇന്നൊക്കെ ഭയങ്കര ഹറിബറി ആയിട്ടുള്ള ദിവസമാണ്. ഇനിയും ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കുറച്ച് ദിവസം. ഇനിയിപ്പോൾ പുതിയ വർഷം തുടങ്ങാനായിട്ട് പോവല്ലേ. അപ്പോൾ പുതിയ വർഷത്തിൽ നിങ്ങൾ എന്തൊക്കെ തീരുമാനങ്ങളാണ് പുതുതായിട്ട് എടുക്കണമെന്നൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. ഞാനും ഇൻഷാല്ല പുതിയ വർഷത്തിൽ ഞാൻ പറയുന്നുണ്ട് എന്തൊക്കെ തീരുമാനങ്ങളാണ് എടുക്കണമെന്നും എന്തൊക്കെ മാറ്റങ്ങളാണ്. അതെല്ലാവർക്കും ഉള്ളതായിരിക്കൂലേ. ജനുവരി 1-ാം തീയതി ആകുമ്പോൾ നമ്മൾ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. പിന്നെ പതുക്കെ നമ്മൾ മറക്കും. അതൊക്കെ എല്ലാവരുടെ ലൈഫിലുള്ള കാര്യമായിരിക്കൂലേ. എൻ്റെ ലൈഫിൽ അങ്ങനെയൊക്കെയാണ് കേട്ടോ. കുറേ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കും. പക്ഷെ അത് കുറേയൊക്കെ മുന്നോട്ട് പോകും, കുറേയൊക്കെ അങ്ങനെ പോവുകയും ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ സിറ്റിങ്ങൾ ഒന്നടക്കി പെറുക്കി പോയതായിരുന്നു കേട്ടോ. രണ്ടാമത് വന്നപ്പോൾ വീണ്ടും ഇവിടെ പിന്നെ കാര്യമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ എടുക്കാനൊക്കെ ഇവിടെ ഇരിക്കുക കേട്ടോ. ഈ കർട്ടൻ അങ്ങ് താത്തിയിട്ടാൽ എനിക്ക് ഭയങ്കര പ്രൈവസിയാണ് ഇവിടെ ഇരിക്കുമ്പോൾ. അപ്പുറത്ത് മോൻ എപ്പോഴും TV ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ശബ്ദകോലാഹലല്ലേ, ഞാൻ ഇവിടെ ഇരിക്കുക. അപ്പം എൻ്റെ ഐപാഡും മൈക്കും ഒക്കെയാണ് കേട്ടോ ആ ടേബിളിൽ ഇരിക്കുന്നത്.
ഞാൻ മുന്നേ ഏതെങ്കിലും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ അറിയില്ല, ഈ ഒരു ടീപ്പോയി ഞാൻ വൈറ്റ് ആക്കിയത് കേട്ടോ, വാൾപേപ്പർ ചെയ്തിട്ട്. ഇതിപ്പോൾ ചെയ്തിട്ട് 1.5 വർഷം കഴിഞ്ഞു കേട്ടോ. ഒരു പ്രശ്നവുമില്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാൻ മുന്നേ ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് മുതൽ മിക്കവാറും അധികം ബിസി ആയിരിക്കും കേട്ടോ. കൂടുതൽ കണ്ടൻറ്റും വേറൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നും തോന്നണില്ല, ക്രിയേറ്റീവായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നൊന്നും തോന്നണില്ല. എന്നാലും നിങ്ങളാരും എന്നെ മിസ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഞാൻ പൂർവാധികം ശക്തിയോടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കൂടുതൽ കണ്ടൻറ്റും ഒക്കെ ഉള്ള വീഡിയോസൊക്കെ ആയിട്ട് വരും. അപ്പോൾ ഇതാ വേഗം തുടക്കലൊക്കെ തീർത്ത് ഞങ്ങൾ ഫുഡ് കഴിച്ച് പിന്നെ മോളെ കൊണ്ടുവരാൻ പോവുകയാണ് ചെയ്തത്. ഇന്നൊരു കല്യാണമുണ്ട്. എൻ്റെ ഇളച്ചി ഷെയ്മൻ്റെ വീട്ടിൽ, ഷെയ്മൻ്റെ ഇളാപ്പാൻ്റെ മക്കളെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അവൾ കാനഡയിൽ പോകണമല്ലോ. അപ്പോൾ നമ്മൾ ഫാമിലി ഉള്ളവർ പോകാൻ മോശമല്ലേ, അവിടെ എന്തായാലും ഇല്ലല്ലോ. അപ്പോൾ പോകണം. അപ്പം ഉമ്മാനെ കൂട്ടിയിട്ട് വേണം മോളെ കൊണ്ടുവരാൻ പോകാൻ. മോളെ കൂട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് വേണം, വളാഞ്ചേരിയാണ് കല്യാണം ഉള്ളത് കേട്ടോ, അങ്ങോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇപ്പം ഇന്നത്തെ പരിപാടി. ഇനി പിന്നെ ഫുഡ് കഴിക്കണം, കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. ചോറ് ഊറ്റിയിട്ടില്ല, ചോറ് ഊറ്റിയിട്ട് വേഗം മോന് ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. കാക്ക വരുന്നതിന് മുന്നേ കൊടുത്താലും ഫുഡ് കഴിക്കും. കാക്ക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് എന്താ, പപ്പമാർ വന്നിട്ടുണ്ടെങ്കിൽ മക്കൾക്കൊരു സ്വാതന്ത്ര്യം കൂടുതലാണല്ലോ. അപ്പോൾ കുറച്ച് ഒന്നിട്ട് തിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, കാക്ക വരുന്നതിന് മുന്നേ അവന് ഫുഡ് കൊടുക്കും. അവന് ഞാൻ ഒറ്റക്കാവുമ്പോൾ അവന് ചെറിയൊരു ഇതാണ്, ഒരു പേടിയാണ്. എൻ്റെ അടുത്ത് അത്ര കളി നടക്കൂല എന്ന്, അടിക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ ഒച്ചട്ടാൽ തന്നെ മാക്ക് പേടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ വേഗം കാക്ക വരുന്നതിന് മുന്നേ അവന് ഫുഡ് കൊടുക്കും കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കാക്ക വന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോവും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞതൊന്നും മറക്കണ്ട, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം, ഇത് Q&Aക്കുള്ള ക്വസ്റ്റ്യൻ ഇടാൻ മറക്കണ്ട. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം. അസ്സലാമു അലൈക്കും.